വണ്ണമുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്കിപ്പം പലതരത്തിലുള്ള സർജറി, ബേരിയാട്രിക് സർജറീസ് അവൈലബിൾ ആണ്. എത്ര വണ്ണം ഉണ്ടെങ്കിലും ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയുന്ന ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയ്ക്ക് ഒരു സംസാരം ഞാൻ കേട്ടിരുന്നു. ശരിക്കും എന്താണ് ഈ ബേരിയാട്രിക് സർജറി? ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിഞ്ചു പറഞ്ഞ പോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഓപ്പറേഷനാണ്. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന് ഇത്രയും പൊക്കമാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 6 അടി പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കിലോ വെയിറ്റാണ് അയാളുടെ ഐഡിയൽ വെയിറ്റ് എന്നുള്ളൊരു കണക്കുണ്ടാവും. അതിലും വളരെയധികം കൂടുതൽ വന്ന് അതിൻ്റെ ഈ അമിതവണ്ണത്തിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് ആലോചിക്കേണ്ടത്. വണ്ണം കുറയ്ക്കാനുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കണ ഭക്ഷണത്തിൻ്റെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യണതിൻ്റെ അളവും കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന കാലറീസിൻ്റെ അളവ് കുറയും. അതുകൂടാണ്ട് നമ്മൾ വളരെ കുറച്ചേ കഴിക്കണുള്ളൂന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ശരീരത്തിലേക്ക് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ണം കുറയണത്. അപ്പോൾ അതാണ് അടിസ്ഥാനമായിട്ടും വണ്ണം കുറയ്ക്കാനുള്ള സർജറി അല്ലെങ്കിൽ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്നത്.